ഇതാണ് ഞങ്ങളുടെ ഹൈദരാബാദിലെ ഹലിമ. അതിനകത്ത് ഇതേ മുട്ടയുണ്ട്, ഒരു മുട്ടയുണ്ട് കേട്ടോ. പിന്നെ ഇതേ നാരങ്ങ ഉണ്ട്, പിന്നെ ചിക്കൻ 65 ഉണ്ട്. ഇത് ഈ റംസാൻ്റെ കാലത്താണ്, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. റംസാൻ്റെ ടൈമിലാണ് നമുക്കിത് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ചിക്കൻ 65 ആണ് ഞാൻ മാറ്റിയത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് നാരങ്ങയുടെ പീസ് തരും കേട്ടോ അവർ. നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്താൽ നമുക്ക് അതിൻ്റേതായ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. 2 പീസ് നാരങ്ങയുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം ഹൈദരാബാദിൽ വരുന്നവർ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവാം കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ. ഇത് ഫാമിലി പായ്ക്കാണ് ഞങ്ങൾ മേടിച്ചത്. ഇത് ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഫാമിലി പായ്ക്കായിട്ട് സിംഗിളായിട്ടാണെങ്കിലും കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് പല വിലയായിരിക്കും. അപ്പം നമുക്കിതൊന്ന് പാത്രത്തിലോട്ടാക്കാം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. അപ്പം 3 പേർക്കുള്ള ആണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത് കേട്ടോ. മോൻ വന്നിട്ടില്ല, മോൻ ട്യൂഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹലിം എന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. റംസാന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. റംസാൻ്റെ തുറ എല്ലാം കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും പോയി കടകളിൽ പോയി ഇത് കഴിക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. ഇതാണ് മുട്ട, പിന്നെ നമ്മുടെ ചിക്കൻ 65, നാരങ്ങ ഞാനിതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് മുറിച്ച് ഹാഫാക്കാം കേട്ടോ. എല്ലാവർക്കും ഓരോ കഷ്ണം ചിക്കൻ 65 ഉള്ളൂ കേട്ടോ. 4 പീസേ ഉള്ളായിരുന്നു. അപ്പം മുട്ട ഒറ്റ മുട്ടയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളത് 4ആയിട്ട് അങ്ങ് മുറിക്കാം. ഓക്കെ. അപ്പം മഞ്ഞയൊന്നും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണം, മുറിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പകുതി മുട്ട എല്ലാവർക്കും കുറേച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹലിം ഇവിടെ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് 4 സ്പൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 പേർക്കും 4 ഫാമിലി പായ്ക്കല്ലേ, അപ്പോൾ 4 പേർക്കും ഓരോ സ്പൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്പൂണിലാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് മോന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ ഹലിമ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹലിമ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ